ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കു ആൻഡ് മീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയിൽ തയ്യാറാക്കുന്ന കൂട്ടുകറിയാണ്. അപ്പോൾ ഒരു ചെറിയ മധുരത്തോടു കൂടി എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൂട്ടുകറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ദേ അരക്കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പൊ ഞാനിവിടെ രാവിലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നൈറ്റ് നമ്മളിത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ദേ നമ്മുടെ കടലയൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ദേ ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കടല നമ്മൾ കുക്കറിലാണ് ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കടലയുടെ മുകളിലേക്ക് വെള്ളം നിറഞ്ഞു നിൽക്കണം. അങ്ങനെയാണ് നമ്മളിത് കടല വേവിച്ചെടുക്കുന്നത്. ഒരു 4-5 വിസിലിൽ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കായാണ് എടുത്തിട്ടുള്ളത്. ഈ കായ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേ സൈഡ് ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ കായ കറുത്തു പോകാണ്ടിരിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്കാണ് ഇത് അരിഞ്ഞിടുന്നത്. അപ്പം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ കായയുടെ കളറ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ അരിഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിലാണെങ്കിൽ അത് കറുത്തു പോകും. അപ്പം അതിനുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത്രയും ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചേന, അതായത് ചേന ചിലവർക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിയും. ഇപ്പം എനിക്ക് ചൊറിയണുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാ കൈയുമ്മ എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഈ ചേനയും ഇതേ സൈസിൽ, കായ എത്ര സൈസ് ഉണ്ടോ അത്രയും സൈസിൽ നമുക്ക് ഈ ചേനയൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഇതും നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ അതേ നമ്മുടെ കായും ചേനയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചേനയും നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. കാരണം ഇതും പുറത്തു ഇരിക്കുകയാണെങ്കിൽ കറുത്തു പോകും. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി, ഒരല്ലി ചെറുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. അപ്പം അത് ഫൈനായിട്ട് അരയണമെന്നില്ല, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കായും ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് കുരുമുളക് പൊടി. പിന്നെ കറിവേപ്പിലയും ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കൂടി ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഈ കായയിലും ചേനയിലും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് ഈ വെള്ളം മാത്രം മതി. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുകയാണ്. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ നോക്കിയേ, അതെ ഇത് നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരെണ്ണം ഇതിൽ നിന്ന് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ കായും ചേനയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ നേരത്തെ വേവിച്ചെടുത്ത കടല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കടല ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കടലയും കൂടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ ഒന്നും ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ അളവ് ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. വളരെ കുറച്ച് വെള്ളം ഇതൊന്ന് കലക്കി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ വെള്ളമൊക്കെ വറ്റി വരും. അപ്പോൾ നോക്കിയാൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടുകറിയിൽ അധികം വെള്ളം പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഈ ഒരു
പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂട്ടുകറി ഒരു മധുരമുള്ള കറി ആയതുകൊണ്ട് ഇത്തിരി ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ഇത്തിരിയാണ് ആദ്യത്തേൽ മാത്രം ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കൂട്ടുകറി നോക്കിയാൽ ഈ ഒരു പരുവം, അതായത് എല്ലാ വെള്ളവും വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽ മുളക് ഒരു 3-4 വറ്റൽ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം, ഇതൊരു 1/4 കപ്പ് നാളികേരം ഉണ്ടാവും, അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക്, നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇത്രയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുക. അപ്പം അത് ആ നാളികേരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ നമ്മുടെ ഈ കൂട്ടുകറി ഉണ്ടല്ലോ, ഈ കറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ വിഭവങ്ങളിലൊന്നാണ് നമ്മുടെ കൂട്ടുകറി. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഓണസദ്യ ഗംഭീരാക്കാനായിട്ട് ഈ കൂട്ടുകറിയും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു കറിവേപ്പില കൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ച് വെക്കാം. എപ്പോഴും നമ്മൾ എല്ലാ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് പകർത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സദ്യ കൂട്ടുകറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഓണക്കാലത്ത് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വിഭവങ്ങളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.